നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡോക്ടർ സ്ലംബ് എന്ന കേഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിന്റെ വീട് മാറി പോവുകയാണ്. അവന് വിളിക്കാനായിട്ട് അവന്റെ കൂട്ടുകാരൻ ഡോക്ടറും വന്നിട്ടുണ്ട്. അവരെല്ലാരും നല്ല വിഷമത്തിലാണ്. എന്നാൽ ഹീറോയിൻ ഇറങ്ങി വന്നിട്ടില്ല. അവള് ബ്രേക്കപ്പ് പറഞ്ഞതല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഇറങ്ങി വരാത്തത്. അനിയനും അമ്മയ്ക്കും ബ്രേക്കപ്പ് ആയ കാര്യം അറിയത്തില്ല. അങ്കിള് ഹീറോയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊടുക്കും. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. എന്തായാലും അവരവിടെ പറഞ്ഞു വിട്ടിട്ട് അമ്മയും അനിയനും വീട്ടിൽ വരും. അനിയൻ എന്തോ സംശയം. ഹീറോ പോയിട്ടും ഹീറോയിൻ പുറത്തോട്ട് ഇറങ്ങി വന്നില്ല. അവനെ യാത്രയാക്കാൻ ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അവര് ബ്രേക്കപ്പ് ആയോ എന്നുള്ള ഒരു സംശയം പറയുമ്പോൾ അമ്മ അവനെ അടിക്കും. മിണ്ടായിരടാ, അനാവശ്യം പറയാതെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഹീറോയിൻ ഇറങ്ങി വരുമ്പോൾ ഹീറോയിനോട് ചോദിക്കും. എന്നാലും ഹീറോയിൻ ഒന്നും മിണ്ടുന്നില്ല. അനിയൻ പറയും, അവന് നല്ല ജോലി കിട്ടിയപ്പോൾ നിന്നെ കളഞ്ഞിട്ട് പോയി, അതുകൊണ്ട് നീ അവനെക്കാട്ടി നല്ല ജോലി കണ്ടുപിടിച്ച് അവനെക്കാട്ടി നന്നായിട്ട് രക്ഷപ്പെടണമെന്ന്. എന്നാൽ അമ്മ അവനെ ചെവിക്ക് തൂക്കി പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും. അവൻ ഓരോ മണ്ടത്തരം വിളിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ ആകെ വിഷമിച്ച് അവളുടെ റൂമിൽ വരും. അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൾ ബ്രേക്കപ്പ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഹീറോ അവൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഇവര് ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു ചിന്ത ഹീറോയിന് വന്നത് കൊണ്ട് തന്നെയാണ് ഹീറോയായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞത്. അതിന്റെ റീസൺ പോലും ഹീറോയിനോട് പറഞ്ഞില്ല. അത് അവന് ഒരുപാട് വിഷമായി. എന്തായാലും ഹീറോയിൻ റൂമിലിരുന്ന് വിഷമിച്ച് കരയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ കാറിൽ പോകുന്ന സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. കൂട്ടുകാരൻ ചോദിക്കും, എന്താ പറ്റിയ, നീ അവിടെ നിന്ന് പോകുന്നോണ്ട് വിഷമമുണ്ടോന്ന്. എന്നാൽ ഹീറോ ഇതിന് മറുപടി പറയാതെ നമുക്ക് പോയി കുടിച്ചാലോ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഹീറോയിൻ കൂട്ടുകാരിയും വിളിച്ചോണ്ട് കുടിക്കാൻ വന്നിട്ടുണ്ട്. കൂട്ടുകാരി ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാതെ കുടിക്കുന്നത്, നീയും ഹീറോയിൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. എന്നാൽ ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെയും കുടിക്കുകയാണ്. എന്നാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം കാണും, അവരെ തമ്മിൽ ഒന്നിപ്പിക്കാന്ന് വിചാരിച്ച് കൂട്ടുകാരി ഹീറോയിന്റെ ദേഹത്തെല്ലാം മദ്യം കോരി ഒഴിക്കുകയാണ്. എന്നിട്ട് ഹീറോയിനെ വിളിച്ച് പറഞ്ഞാൽ പോരെ, എവള് കുടിച്ച് പൂസായി ഇവിടെ നടപ്പുണ്ടെന്ന്. അവൻ വന്ന് പിടിച്ചോണ്ടുപോയി പ്രശ്നം സോൾവ് ആക്കത്തില്ലേ. ആ ഒരു പ്ലാനിൽ അവളുടെ ദേഹത്തെല്ലാം ലിക്കർ കോരി ഒഴിക്കും, അതായത് തളിക്കും. എന്നാൽ ഹീറോയിൻ പറയും, നീ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ബ്രേക്കപ്പ് ആയെന്ന്. ഇത് കേട്ട കൂട്ടുകാരി ഞെട്ടും. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ നേരം നമ്മുടെ ഹീറോയും കൂട്ടുകാരനും ഒരു സ്ഥലത്ത് വന്നിരുന്ന് കുടിക്കുന്നുണ്ട്. നീ ഹീറോയും അടിയാവാൻ ഞാനാണോ കാരണം, ഞാൻ അവളുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് പോയത് കൊണ്ടാണോ എന്ന് കൂട്ടുകാരൻ സംശയത്തോടെ ചോദിക്കും. ഇനി അവൻ കാരണമല്ലോ ആണോ ബ്രേക്കപ്പ് ആയത് എന്നുള്ളൊരു ചിന്ത കൂട്ടുകാരന് വന്നിട്ടുണ്ട്. പക്ഷെ ഹീറോ അതൊന്നും അല്ല എന്ന് പറയും. പിന്നെ ഞാൻ കൂട്ടുകാരിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂട്ടുകാരൻ ഡോക്ടർ കൂട്ടുകാരിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ കാരണമാണ് ഹീറോ ക്ലിനിക്കിൽ പണിയെടുക്കാൻ വരാത്തത്. ഈ സമയം ഹീറോയിന്റെ കൂടെ ഹീറോ വേണം എന്ന് ഈ കൂട്ടുകാരൻ ഡോക്ടർ കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുകാരി ഡോക്ടർ ഹീറോയിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഹീറോയിനോട് ബ്രേക്കപ്പ് പറഞ്ഞത്. ഇവിടെ വെച്ചാണ് ഹീറോ ഇത് തിരിച്ചറിയുന്നത്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അവള് ബ്രേക്കപ്പ് ചെയ്തതെന്ന്. ഈ നേരം ഹീറോയിൻ കുടിച്ച് കിണ്ടിയായി കൂട്ടുകാരി അവളെ പിടിച്ചോണ്ട് നടന്നു പോവാണ്. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അവൾ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും, വീഴാൻ പോവും. എങ്ങനെയൊക്കെ അവളെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് അനിയനാണ് വന്ന് ഹീറോയിനെ എടുത്ത് റൂമിൽ കൊണ്ടുവരുന്നത്. അവൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ഒരു ബോധവും ഇല്ല. അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്തിനാണ് ഇത്രയധികം കുടിച്ചത്. ഇനി ഹീറോയിനും ബ്രേക്കപ്പ് ആയോ എന്നൊന്നും അറിയത്തില്ല. അവരാകെ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ റൂമിൽ വന്നിട്ടുണ്ട്. അവനും ഒട്ടും ബോധമില്ല, കുടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. വന്ന ഒറ്റ വീഴ്ചയാണ് അവന്റെ കട്ടില്. അത് കഴിഞ്ഞ് രണ്ടുപേരും ഹീറോയിനും വിഷമിച്ച് കരയും, അതും കട്ടില് കിടന്നിട്ട്. പിറ്റേന്ന് രാവിലെ ഹീറോ നേരെ ക്ലിനിക്കിൽ വരും. കൂട്ടുകാരന്റെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാനാണ് അവൻ വീട് മാറി വന്നിരിക്കുന്നത്. ഹീറോയിനായിട്ട് ബ്രേക്കപ്പ് ആയല്ലോ, അവള് തന്നെ വേണ്ടാന്ന് പറഞ്ഞാണ്. എന്തായാലും രാവിലെ ക്ലിനിക്കിൽ വരുമ്പോൾ കൂട്ടുകാരൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. അവിടുത്തെ നേഴ്സുമാരെയും പിന്നെ നേഴ്സുമാർക്ക് ഇവനെയും പരിചയപ്പെടുത്തി കൊടുക്കും. നേഴ്സുമാരൊക്കെ ആകെ ക്രഷ് അടിച്ച് നിൽക്കാണ് ഇവനെ കണ്ടപ്പോഴേ. അതുപോലെ തന്നെ ചില നേഴ്സുമാർക്ക് ഇവനോട് പാവം തോന്നുന്നുണ്ട്. ഇവൻ വലിയ സക്സസിൽ നിന്നെയാണ് പെട്ടെന്നാണ് തകർന്ന് വീഴുന്നത്, അതിന്റെ പാവം അവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്ത് കയറി ചെല്ലും. അടുത്ത സീനിൽ ഹീറോയിന്റെ അമ്മയെ കാണിക്കുകയാണ്. അമ്മേനെ ആന്റി വിളിക്കും. ആന്റി വിളിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ, അതായത് ഏതോ ഹോസ്പിറ്റൽ ഡയറക്ടറിന്റെ മോനുണ്ട്, അവരുടെ സ്വന്തമാണ് ഹോസ്പിറ്റൽ, എന്നാൽ അവൻ ഇച്ചിരി മണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ മരുമോളെ വേണം. ആ മരുമോൾക്ക് ആ ഹോസ്പിറ്റലിൽ കൊടുക്കും. ഹോസ്പിറ്റലിൽ നേരെ ചോയി നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പൊ എന്താ പ്രശ്നം എന്നല്ലേ, അതായത് ഹീറോയിനെയും അവനെയും കല്യാണം ആലോചിക്കുകയാണ്. ആന്റി പറയും, അവൻ ആ സിറ്റിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിട്, ഹോസ്പിറ്റലിൽ സ്വന്തമായിട്ട് കിട്ടും. ഇനിയിപ്പോ കല്യാണം നടക്കുവാണെങ്കിൽ എനിക്കൊരു ഫോറിൻ കാർ വാങ്ങിച്ചു തന്നാൽ മതിയെന്ന്. അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്നാലും അത് പുറത്ത് കാണിക്കുന്നില്ല. ഈ ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു. എന്നാൽ ഹീറോയിൻ ആകെ വൈറ്റ് വേദന എടുത്ത് അങ്ങോട്ട് വരികയാണ്. കോള് കട്ട് ചെയ്യും. അവളോട് ആ കാര്യം പറയുന്നില്ല. അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, അത് നടന്നിരുന്നെങ്കിൽ കൊള്ളാമല്ലോ. അവളെ ഈ അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് ജോലിക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ എങ്ങനെയോ. അത് കഴിഞ്ഞ് ഹീറോയിനും അമ്മയിരുന്ന് ഫുഡ് കഴിക്കും. ആ സമയമെല്ലാം അമ്മ ആലോചിക്കുന്നത്, തലേ ദിവസം ഹീറോയിനെ കൂട്ടുകാരി ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നു. ആ സമയം കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹീറോയിന് ഹോസ്പിറ്റലിൽ ഒരു പൊസിഷൻ കിട്ടേണ്ടായിരുന്നു, അതായത് പ്രൊഫസറായിട്ട് പൊസിഷൻ കിട്ടേണ്ടായിരുന്നു. എന്നാൽ അവളുടെ ആ സ്ഥാനം ഒരാൾ തട്ടിയെടുത്തതാണ്. ആ തട്ടിയെടുത്തത് വേറെ ആരുമല്ല, ഹീറോയിന്റെ കൂട്ടുകാരൻ ഡോക്ടറാണ്, കണ്ണാടി വെച്ച കൂട്ടുകാരൻ ഡോക്ടർ. എന്നാൽ അയാളിപ്പം ജോലി പിൻവലിച്ചു, അതായത് രാജിവെച്ചിട്ട് വേറെ ഏതൊരു കമ്പനിയിലോട്ട് പോവാണ്, ഭാര്യയുടെ അച്ഛന്റെ കമ്പനിയിൽ. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഗേൾ ഫ്രണ്ട് എന്ന് പറയാം. ഇനി
ആ ഡിപ്രഷനിലാണോ ആ വിഷമത്തിലാണോ അവൾ കുടിച്ചതെന്ന് അറിയാൻ പാടില്ല എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഒരുത്തനെ കെട്ടുവാണെങ്കിൽ അവൾക്ക് ആ ഹോസ്പിറ്റലിൽ കിട്ടും, എന്നാൽ പിന്നെ അവളോട് കാര്യം പറയാമെന്നും വിചാരിച്ച് അവളോട് കാര്യം പറയും. അതായത് ഒരു ഹോസ്പിറ്റൽ മുതലാളിയുടെ മോന് എന്തോ ഒരു ഡൗട്ട് നിന്നോട് ചോദിക്കണം, നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് അവനെ ഒന്ന് പോയി കാണാമോന്ന്. എന്നാൽ പെണ്ണ് കാണലാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സമ്മതിക്കും, ഞാൻ പോയി അവന്റെ ഡൗട്ട് എല്ലാം മാറ്റി കൊടുക്കാന്ന്. അമ്മ ഇപ്പൊ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും അവള് സമ്മതിച്ചതല്ലേ, കള്ളം പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. എന്തായാലും ഹീറോയിൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ അവനെ കാണാനായിട്ട് ഒരു കോഫി ഷോപ്പിൽ ചെല്ലും. അവനാണെങ്കിൽ ആകെ ഒരു ചൊറി പിടിച്ചവൻ, ചൊറിഞ്ഞ് മാത്രമേ വർത്തമാനം പറയത്തുള്ളൂ. അവളെ കണ്ടപ്പോഴേ ചോദിച്ചു, അതായത് നീ ഹോസ്പിറ്റലിൽ കിട്ടാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേന്ന്. എന്നാൽ അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതായത് പെണ്ണ് കാണാൻ വന്നതാണെന്ന്. അവൻ പറയുന്നുണ്ട്, അതായത് ഈ സിറ്റിയിലെ ഒരു പ്രൊഫസർ, ഡോക്ടർ പ്രൊഫസറിനെ കാട്ടി നല്ലതാണ് വില്ലേജിലെ ഒരു ഡോക്ടർ മുതലാളി എന്ന്. ഈ മുതലാളി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും ഹീറോയ്ക്ക് അവന്റെ സ്വഭാവമൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണ് കാണലിന്റെ കാര്യം കൂടെ മനസ്സിലായപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്, അവനോട് ഒരു അക്ഷരം മിണ്ടാതെ. എന്നാൽ അവൻ അതിന്റെ കൂസലൊന്നുമില്ല. ഈ നേരം അമ്മ ഹോട്ടലിൽ നിൽക്കുകയാണ്. അനിയൻ പാത്രം കഴിവുന്നുണ്ട്, അങ്കിള് പൈസ കൊടുക്കാന്ന് പറഞ്ഞോണ്ട്. അനിയൻ 5-6 കഷ്ടപ്പെടുന്നുണ്ട്, ഇച്ചിരി കഷ്ടപ്പാടാണ് പ്ലേറ്റ് കഴിവുന്നത്. കുറെ അധികം പ്ലേറ്റ് ഉണ്ട്, അതും വലിയ പ്ലേറ്റ് ആണ്. അവൻ അത് കഴിയുമ്പോഴേക്കും അമ്മ ആകെ വിഷമിച്ച് അവിടെ നിൽക്കാണ്. ഹീറോയിനോട് കള്ളം പറഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ അവളെ പറഞ്ഞു വിട്ടതിൽ. അപ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. അവൾ വന്നിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം, അങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് നേരെ മണ്ടലത്തെ ഫ്ലോറിൽ പോകും. അമ്മയോട് ദേഷ്യപ്പെടും, എന്തിനാണ് എന്നെ ഇങ്ങനെ പറ്റിച്ചെന്ന് ചോദിച്ചിട്ട്. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ പറഞ്ഞത് ഈ സിറ്റിയിലെ ഒരു സാധാ ഡോക്ടറിനെ കാട്ടി നല്ലത് വില്ലേജിലെ ഒരു ഹോസ്പിറ്റലിലെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നതാണെന്നാണ്. നിങ്ങൾ എന്നെ അവന്റെ മുമ്പിൽ നാണം കെടുത്തില്ലേ, എന്റെ അഭിമാനം കെട്ടുപോയില്ലേ, നിങ്ങൾക്ക് ഞാനൊരു ശല്യമാണോ ഇവിടെ താമസിക്കുന്നത്, ഒരു ജോലിയില്ലാത്ത മോളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശല്യമാണോ എന്നും ചോദിച്ച് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോകും. അമ്മ ഇങ്ങനെ ചെയ്തതിൽ അവൾക്ക് ഒരുപാട് വിഷമായി. എന്നാൽ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമായി. അമ്മ അവിടെ നിന്ന് കരയാണ്. ഈ നേരം താഴെ അനിയനെ കൂട്ടുകാരി വിളിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഹീറോയിനെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അതെന്താന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അനിയൻ പറയും അവളെ ഏതോ ബ്ലൈൻഡ് ഡേറ്റിന് പോയെന്ന്. ഇത് അവൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കും, അവളോ ബ്ലൈൻഡ് ഡേറ്റിനോ? ഇത് കേട്ടോണ്ട് ഹീറോ അങ്ങോട്ട് വരും. എന്നാൽ ഹീറോ ഇത് കേട്ട കണക്ക് കാണിക്കുന്നില്ല. കൂട്ടുകാരിക്കും ഡൗട്ടായി ഇനി ഹീറോ കേട്ട് കാണോ ഇല്ലയെന്ന്. എന്തായാലും ഹീറോ ലിഫ്റ്റിൽ കയറി അവിടെ നിന്ന് പോവാണ്. കൂട്ടുകാരി വിചാരിക്കും അവൻ കേട്ടിട്ടില്ല എന്ന്. പിന്നീട് അമ്മ വടക്കൊക്കെ കേട്ട് താഴെ കടയിൽ ഇറങ്ങി വരും. അവിടെ അനിയനാണെങ്കിൽ പ്ലേറ്റ് കഴിവാണ്. അവൻ ആകെ ദേഷ്യം. അമ്മ നിർബന്ധിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. തിരിയുമ്പോൾ അവിടുത്തെ സ്റ്റൗവിൽ കൈ കയറി തട്ടും. അങ്ങനെ അവൻ അമ്മയോട് ദേഷ്യപ്പെടും, നിങ്ങൾ കാരണമാണ് ഇപ്പൊ എന്റെ കൈ പൊള്ളിയത്, നിങ്ങളാണ് ഇതിനെല്ലാം കാരണം, എനിക്ക് ഇഷ്ടമല്ലാത്ത പണി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന്. ഇത് കേട്ട് അമ്മ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങും. അതായത് ഹീറോയിൻ ഇപ്പം വഴക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ, ഹീറോയിൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമല്ലേ അമ്മ ചെയ്യിപ്പിച്ചത്, അതുപോലെ തന്നെ മോൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യിപ്പിച്ച്. ഇതെല്ലാം കൂടെ ആയപ്പോൾ അമ്മ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയും. അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അവരൊക്കെ കഴിക്കാൻ വന്നതാണ്. അനിയന് എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സാധാരണയായിട്ട് അമ്മയോട് അവൻ അങ്ങനെയാണ് സംസാരിക്കാറ്, പക്ഷെ അമ്മ അവിടെ നിന്ന് കരഞ്ഞു. അങ്കിൾ ഇത് കാണുന്നുണ്ട്. ഈ സമയമെല്ലാം ഹീറോയിൻ ടെറസിൽ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ അങ്കിളും ഒരു ബിയറും കഴിക്കാനായിട്ട് എന്തോ എടുത്തോണ്ട് വരും. അവിടെ വന്ന് ഹീറോയിനെ സമാധാനപ്പെടുത്തും. അമ്മേനെ ഇങ്ങനെ വിഷമപ്പെടുത്താൻ പാടില്ല, നിനക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെന്ന് അറിയാമോ? അമ്മ ഏതോ ഒരു ടിവിയിൽ ഒരു കാര്യം കണ്ടു, അതായത് ക്യാബേജ് ഡിപ്രഷന് നല്ലതാണ്, കാൽഷ്യം കൂടുതലുണ്ട്, മനസമാധാനം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയാണ് നിന്റെ അമ്മ ഈ ടെറസിൽ മൊത്തം ക്യാബേജ് നട്ടുവെച്ചേക്കുന്നത്, നിന്റെ ഡിപ്രഷൻ മാറാനായിട്ട്. അതൊക്കെ നിനക്ക് അറിയാമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിന് ആകെ വിഷമാവും. അമ്മ ഇത്രയും ചെയ്തിട്ട് അമ്മയോട് ദേഷ്യപ്പെട്ടില്ലേ. പിന്നെ അങ്കിളിന് വിഷമമുണ്ട്. അതായത് ഹീറോയിൻ കുട്ടിയായിരുന്ന സമയത്ത് ഹീറോയിന് ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്താൽ അവൾ ഹാപ്പി ആവും. എന്നാൽ വലുതായ സമയത്ത് അങ്കിളിന് അവൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം, എന്ത് ചെയ്താലാണ് അവൾ ഹാപ്പി ആവുക എന്നൊന്നും അറിയത്തില്ല. അത് അവളോട് വിഷമായിട്ട് പറയും. അവസാനമായിട്ട് നീ എൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുമോ, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചോണ്ട് ഒരു ഹോട്ടലിൽ വരും. അവിടെ ബീഫും പോർക്കൊക്കെ കിട്ടും. അങ്കിളിനോട് ഹീറോയിൻ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം, പോർക്ക് കഴിക്കാനാണോ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നതെന്ന്. അവർ രണ്ടുപേരും അവിടുത്തെ ഒരു ടേബിളിൽ ഇരിക്കും. അങ്ങോട്ട് തന്നെ അനിയൻ അമ്മയും കൊണ്ടുവരും. അമ്മയും കൊണ്ടുവന്ന് ആ ടേബിളിൽ ഇരുത്തും, ഹീറോയിനെ ആ ടേബിളിൽ ഇരുത്തും. ഇവർ 4 പേരും ആ ടേബിളിന് ചുറ്റും ഇരിക്കും. അങ്കിളും അനിയനും പ്ലാൻ ചെയ്തതാണ്. അവര് നൈസിന് അവിടെ നിന്ന് മുങ്ങും. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ ഹീറോയിനും അമ്മയും ഒറ്റയ്ക്കായി. അവരുടെ പ്രശ്നം മാറ്റാനായിട്ട് അങ്കിളും അനിയനും പ്ലാൻ ചെയ്തതാണ്. അവിടെ വെച്ച് അമ്മ ഹീറോയിന് ഒരു പാസ്ബുക്ക് എടുത്തു കൊടുക്കും. ഇവർ രണ്ടുപേരും കുടിച്ചിട്ടുണ്ട് കേട്ടോ, ആ കിക്കുണ്ട്. ആ പാസ്ബുക്ക് എടുത്തു കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ ഹീറോയിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹീറോയിന്റെ കല്യാണ ശേഷം ആ പാസ്ബുക്ക് കൊടുക്കണമെന്ന്. അതിനകത്ത് കുറച്ചധികം പൈസയുണ്ട്. ആ പൈസ വെച്ച് ഹീറോയിന് ലോകം ചുറ്റാനോ ഇഷ്ടമുള്ളിടത്ത് യാത്ര പോകാനോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അമ്മ പറയും. ഇതൊക്കെ കേട്ട് ഹീറോയിൻ ആകെ വിഷമവും. അതുപോലെ തന്നെ ഹീറോയിനെ ലഭിച്ചതിൽ, അതായത് ഹീറോയിന് മോളായിട്ട് അമ്മയ്ക്കും അച്ഛനും കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം അവൾ ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല, പഠിത്തം മാത്രമായിരുന്നു. ഹീറോയിന്റെ റിപ്പോർട്ട് കാർഡ് കിട്ടുമ്പോൾ അമ്മയ്ക്കും അച്ഛനും അത്രയും സന്തോഷവും. അവരുടെ റിപ്പോർട്ട് കാർഡിൽ അവർക്ക് മാർക്ക് കിട്ടിയതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഹീറോയിന്റെ അച്ഛൻ വയ്യാതെ കിടന്നപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹീറോയിന്റെ ടീച്ചർ പറഞ്ഞു അവൾക്കൊരു മെഡിക്കൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയിനെ കിട്ടിയതില്ലേ.
അതുപോലെ തന്നെ ഹീറോയിന് റിഗ്രറ്റ് ഉണ്ട്. അതായത് ഹീറോയിൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ഫോണിലോട്ട് കോള് വന്നായിരുന്നു. വിളിച്ചത് അച്ഛനാണ്. അച്ഛൻ മരിക്കാൻ നേരത്ത് അവളെ ലാസ്റ്റായിട്ട് ഒന്ന് കാണാനായിട്ടാണ് ഫോൺ വിളിച്ചത്. എന്നാൽ ഹീറോയിൻ അത് എടുക്കാൻ പറ്റിയില്ല. അവൾ പഠിക്കുന്ന തിരക്കിലായിരുന്നു. വീട്ടിലോട്ട് വന്ന സമയത്ത് അച്ഛൻ മരിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് അവൾ കണ്ടത്. ആ ഒരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അമ്മ ഇനി നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതൊന്നും നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും. രണ്ടുപേരും അവിടെ ഇരുന്ന് കരയും. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ മാറ്റി വെക്കുകയാണ്. ഈ കുടിച്ചത് കൊണ്ടാവണം കൂടുതൽ സങ്കടമാവുന്നുണ്ട്. ഈ നേരം ഹീറോ അവന്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ വന്ന് അവന്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അനിയന്റെ അക്കൗണ്ടിൽ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ഹീറോയിനെ പറ്റിയിട്ടാണ്. ഹീറോയിനും ഫാമിലിയും എല്ലാവരും ഒരുമിച്ച് പോയി പോർക്ക് കഴിച്ചതും സന്തോഷമായിട്ടിരിക്കുന്നതും ആ ഫോട്ടോയിലെല്ലാം അവള് ചിരിച്ച് കളിച്ചാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ആകെ ദേഷ്യം വരും. അവനെ ഇങ്ങനെ ഒരു വിഷമത്തിലാക്കിയിട്ട് അവള് സന്തോഷത്തിൽ നടക്കുകയാണെന്ന്. അതും പറഞ്ഞ് അവൻ കട്ടിലിൽ ചാടി കടന്ന് കാലിട്ടടിയാണ്. അവന്റെ ദേഷ്യം അവിടെ തീർക്കുകയാണ്. എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവള് സന്തോഷപ്പെട്ട് നടക്കുന്നെന്ന്. പിന്നീട് ഇവരെല്ലാരും കഴിച്ചു കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകും. അങ്കിളും അനിയനെ ഹാപ്പി. അവര് കാരണം രണ്ടുപേരും ഒന്നിച്ചില്ലേ. അമ്മയും ഹീറോയിനും പിറകെ നടന്നു വരുന്നുണ്ട്. ഹീറോയിനോട് ഹീറോയിന്റെ കാര്യം ചോദിക്കും. ഹീറോയിൻ പറയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നിയെന്ന്. എന്നാൽ അമ്മ ചീത്ത പറഞ്ഞിട്ട് അവനെ പറ്റി പറയും. അവനെ എങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നത്? അവൻ അത്രയും ലുക്കുണ്ട്. എന്നാൽ ആ പാവപ്പെട്ട പയ്യൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്റെ മോളുടെ പ്രായത്തിലുള്ള ഒരു മോന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവൻ എല്ലാ ടൈമും വിഷമിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കത്തില്ല. പകരം അവൻ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആയിരുന്നു വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല പാവം തോന്നുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ കണ്ടിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒന്നും കഴിക്കല്ലേ, നിന്റെ പേരൻസ് ഒക്കെ എന്ത് വിചാരിക്കും, അവർക്ക് വിഷമാവത്തില്ലേന്ന്. എന്നാൽ ഹീറോ എന്താ പറഞ്ഞെന്നറിയാമോ? അവർക്കൊന്നും വിഷമാവത്തില്ല, പക്ഷെ ഹീറോയിന് നല്ലൊരു ഫാമിലി ഇല്ലേന്ന്. ഹീറോ മാറ്റി പറയും, അങ്ങനല്ല, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല, അല്ലാതെ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയും. അതായത് ഹീറോന്റെ ഫാമിലി ഇത്ര സ്നേഹത്തോടെയൊന്നും അവനോട് പെരുമാറിയിട്ടില്ലല്ലോ. ആ കാര്യമാണ് അവൻ അവിടെ ഉദ്ദേശിച്ചത്. അവൻ വേറെ രീതിയിലൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇവരുടെ സന്തോഷം കെടുത്തുന്ന അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. അവന് വിഷമം തോന്നി ഈ ഫാമിലിയെ കണ്ടപ്പോൾ. അവൻ അങ്ങനെ ഒരു ഫാമിലി കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിന് ഒരുപാട് വിഷമവും. അവൾ ചെയ്തത് തെറ്റാണോ എന്നുള്ളൊരു തോന്നല്. അവനെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച ആദ്യം ചെന്നത് എവളല്ലേ, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പെരുമാറി എങ്ങനെ ശരിയാവുക? അവൻ ഒരുപാട് വിഷമായി കാണുമെന്ന് ഹീറോയിൻ കരുതുന്നുണ്ട്. പിന്നീട് വീട്ടിൽ വന്നിട്ട് കുടിച്ച് ലെക്ക് ഇട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ അവർ ആ ഫോട്ടോ ബൂത്തിൽ പോയി എടുത്ത ഫോട്ടോ ഇല്ലേ, അതൊക്കെ നോക്കുന്നുണ്ട്. അവിടെ തന്നെ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്ന് ഫോൺ ലോക്ക് അയച്ച് നോക്കുമ്പോഴാണ് അവൾ ഹീറോയ്ക്ക് അവസാന രാത്രി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നീ ഉറങ്ങിയോന്ന് ചോദിച്ചിട്ട്. ഹീറോയിൻ ഞെട്ടും. ആ മെസ്സേജ് അവൻ കണ്ടിട്ടുമുണ്ട്. ഇനി എന്താ ചെയ്യുക? അറിയാതെ അയച്ചതാണ്. കഴിഞ്ഞ രാത്രിയില് ആ കള്ളിന്റെ പുറത്ത് അയച്ച മെസ്സേജാണ്. അപ്പോൾ അനിയൻ അങ്ങോട്ട് വരും ഒരു ബാസ്ക്കറ്റുമായിട്ട്. ഹീറോയിനോട് പറയും, എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, എൻ്റെ അടുത്ത് അമ്മ മണ്ടേ പോയി മുളക് പറിക്കാൻ പറഞ്ഞു, നീ ഒന്ന് പോയി പറിക്കാമോ എന്ന്. എന്തായാലും ഹീറോയിൻ മുളക് പറിക്കാൻ പോകുന്നുണ്ട്. ഹീറോയിൻ ആലോചിച്ചിട്ട് മണ്ടയിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹീറോ അവിടെ ഇരിപ്പുണ്ട്. അത് സ്റ്റൈലായിട്ട്. ഒരു വിഷമം അവൻ പുറത്ത് കാണിച്ചിട്ടില്ല. അവൻ ഹീറോയിൻ്റെ അടുത്ത് വരും, നിനക്ക് നാണമുണ്ടോ? നീ ഒരുത്തനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് 2 ദിവസത്തെ പ്രണയാന്ന് പറഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ചെയ്തിട്ട് നീ ബീഫും പോർക്കും കഴിച്ച് സന്തോഷിക്കുകയല്ലേ? അതുമാത്രമല്ല നീ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നുണ്ടല്ലേ? ഞാൻ കേട്ട് നിന്റെ കൂട്ടുകാരി ലിഫ്റ്റിന്റെ അവിടെ വെച്ച് പറഞ്ഞത്. നിനക്ക് ഞാൻ പോയതിലൊരു വിഷമമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞ് ഹീറോ പോവും. എന്നാൽ തിരിച്ചു വന്നിട്ട് അവളോട് പറയും, നീ അധികം സന്തോഷിക്കാനും പാടില്ല, അധികം സങ്കടപ്പെടാനും പാടില്ല. അതുപോലെ തന്നെ നീ കറക്റ്റ് സമയത്ത് ഗുളികയെല്ലാം കഴിയണം എന്നും പറഞ്ഞിട്ട് അവളുടെ മുടിയിൽ തലോടും. അവളുടെ മുടി കറക്റ്റ് ആക്കി കൊടുക്കും. അതുപോലെ തന്നെ അവളോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ, നിന്റെ മനസ്സിന്റെ മടുപ്പൊക്കെ മാറുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്ത് കാണും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാമെന്ന്. ഹീറോയിന് സന്തോഷവും നാണവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. എന്തായാലും ഹീറോ അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്ലിനിക്കിന്റെ താഴെ ചെല്ലും. ഹീറോ ഇന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. സാധാരണ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്, അവന്റെ വീട് അപ്പുറത്താണ്. എന്നാൽ ഇന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. കൂട്ടുകാരൻ ഡോക്ടർ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. എന്താ നീ ഈ വഴിക്ക് വന്നത്? നീ നിന്റെ വീട്ടിൽ പോയെന്ന് ചോദിക്കും. എന്നാലും കൂട്ടുകാരൻ ഡോക്ടറിന് മനസ്സിലായി അവൻ ഹീറോയിനെ കാണാൻ പോയിട്ടാ വന്നേന്ന്. എന്താ നടന്നത് എൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞിട്ട് ഹീറോനെ ശല്യം ചെയ്യും. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലിനിക്കിന്റെ അകത്ത് കയറി ചെല്ലും. ഇവർ രണ്ടുപേരും അകത്ത് കയറി ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടും. എന്താന്നല്ലേ, അതിന് മുമ്പ് ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യും. എന്നാ ഞാൻ പറഞ്ഞുതരാം. അവരെന്ത് കണ്ടാ ഞെട്ടിയെന്നറിയാമോ? അതായത് കുറെ ആൾക്കാർ ഇവരുടെ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ട്. ഹീറോ ഈ ക്ലിനിക്കിൽ ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു നേഴ്സ് അഡ്വർടൈസ്മെന്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ച മൊത്തത്തിൽ ബുക്കിഡായി. ഹീറോയ്ക്ക് ഇനി കുറെ ദിവസത്തേക്ക് സർജറി ഉണ്ട്. ഇവരെല്ലാരും നല്ല ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് ഹീറോ ഓഫീസിൽ ഇരിക്കുമ്പോൾ അതുവഴി ഒരു നേഴ്സ് ഓപ്പറേഷൻ ചെയ്ത് രക്തം തുടച്ച തുണി കൊണ്ടുപോകും. ഇത് കണ്ട് ഹീറോയ്ക്ക് വീണ്ടും ട്രോമയാവും. പെട്ടെന്ന് തന്നെ അവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അവൻ ഇപ്പോഴും ആ ട്രോമയുണ്ട്, ആ രക്തക്കറയും തുണിയും ഒക്കെ കാണുമ്പോൾ. പിറ്റേന്ന് അവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വരും. അവന്റെ ഡ്രസ്സൊക്കെ ധരിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് അകത്ത് കയറും. അകത്ത് കയറി ഓപ്പറേഷൻ ഇരിക്കുമ്പോൾ സിറിഞ്ച് കണ്ട് അവൻ ഒന്ന് പേടിക്കും. അവന് വീണ്ടും ആ ട്രോമ വരും. എന്നാലും അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും അവൻ ഓപ്പറേഷനിലോട്ട് കടക്കും. പക്ഷെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പേടിച്ച് വിറച്ച് മാറി നിൽക്കുകയാണ്. അവിടുത്തെ എക്യുപ്മെന്റ് ഒക്കെ കണ്ട് അവന് വീണ്ടും ട്രോമ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് രക്തം കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട്. അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് മാറി നിൽക്കും. പിന്നീട് 2 നേഴ്സുമാർ അതുവഴി സംസാരിച്ചുകൊണ്ട് പോവാണ്. അത്
അതായത് ഹീറോനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഈ ആഴ്ചത്തെ ഫുള്ള് ബുക്കിംഗ് ആയി, എന്നാൽ ഹീറോ ഈ അവസ്ഥയിലാണെങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന്. ഹീറോ ഈ നേരം ഓഫീസിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ട് തന്നെ കൂട്ടുകാരൻ ഡോക്ടർ വരും. എന്താ പറ്റിയ, നിനക്കിത് കഴിയത്തില്ലെങ്കിൽ നമുക്കിത് ഇവിടെ നിർത്താം, നീ പതിയെ ജോലിക്ക് കയറിയാൽ മതിയെന്ന്. എന്നാൽ ഹീറോ അവനെ കൊണ്ട് പറ്റും, നാളത്തെ ഓപ്പറേഷൻ മാറ്റി വെക്കേണ്ട, ഞാൻ തന്നെ എന്തായാലും ആ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയും. ഇന്ന് അവന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിനോട് പറഞ്ഞ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട്. അവരുടെ ഒരു ദിവസം മെനക്കെട്ടില്ലേ. ഹീറോയിനോട് സംസാരിച്ചു കഴിഞ്ഞ് കൂട്ടുകാരൻ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ലിഫ്റ്റ് തുറന്ന് കൂട്ടുകാരി ഇങ്ങോട്ട് വരും. എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് കൂട്ടുകാരി പറയും. അവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ റൂമിൽ ഇരിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. കുറച്ചു നേരം പഠിച്ച് ബോറടിച്ച് അവിടെ എല്ലാം ഇറങ്ങി നടക്കുമ്പോൾ അവളൊരു കാര്യം കാണും. അതായത് അവളും മറ്റേ ഹീറോന്റെ കൂട്ടുകാരൻ ഡോക്ടർ ഉണ്ടല്ലോ കണ്ണാടി വെച്ച, അവനുമായിട്ടുള്ള ഫോട്ടോ, അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ. അവൾ വെച്ചെടുത്തല്ല ആ ഫോട്ടോ ഇരിക്കുന്നത്, അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിയനെ വിളിച്ച് ചോദിക്കും, നീയാണോ ഈ ഫോട്ടോ എടുത്തത്, നീയാണോ ഈ ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്തതെന്ന്. എന്നാൽ അനിയൻ പറയും, ഇത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പൈസ എടുക്കുന്നത് നിന്റെ ബാഗിൽ നിന്നല്ലേ, ആരെങ്കിലും ബുക്കിന്റെ കീഴിൽ പൈസ വെക്കുമെന്ന്. ഹീറോയിന് സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അനിയൻ പൈസ അടിച്ചു മാറ്റാൻ നേരത്ത് ബുക്ക് കാണാൻ തപ്പിയതാണോ എന്ന്. എന്നാൽ അനിയൻ പറയും അല്ലാന്ന്. അതേപോലെ അനിയൻ ചോദിക്കും, ഇത് നീ ഡേറ്റ് ചെയ്ത ആളാണോ എന്ന്. ഹീറോയിൻ പറയും, അല്ല, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണെന്ന്, പിന്നെ എൻ്റെ പട്ടി അവനെ ഡേറ്റ് ചെയ്യുമെന്ന്. അപ്പൊ ഇത് ആരായിരിക്കും ഇവിടെ നിന്ന് മാറ്റിയതെന്ന് അറിയാതെ ഹീറോയിൻ നിൽക്കുമ്പോൾ അനിയൻ പറയും, അന്ന് ഹീറോ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു, ഈ ബുക്കൊക്കെ നോക്കി, അപ്പൊ ചിലപ്പോൾ അവനായിരിക്കുമെന്ന്. ഇതും പറഞ്ഞ് അനിയൻ അവിടെ നിന്ന് പോകും. ഹീറോയിന് മനസ്സിലായി ഹീറോ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഹീറോ എന്താ വിചാരിച്ച, ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്തെന്നല്ലേ. എന്നാൽ ഇവർ രണ്ടുപേരും ഡേറ്റ് ചെയ്തിട്ടില്ല. ഹീറോയിൻ ഈ ഫോട്ടോ എടുത്ത് വിഷമിച്ച് ടെറസിൽ പോയിരിക്കും. അപ്പോഴായിരിക്കും അവളുടെ ഫോണിലോട്ട് കോള് വരുന്നത്. വിളിച്ചത് കൂട്ടുകാരിയാണ്. കൂട്ടുകാരി വിളിച്ചിട്ട്, നിനക്ക് ഹീറോയിനെ ഇഷ്ടമാണോ അതോ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം, അവന് ട്രോമയുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. ഹീറോയിൻ അത് അറിയാം. അതുപോലെ തന്നെ കൂട്ടുകാരി അവളോട് പറയും, അതായത് ഹീറോ ഇന്ന് സർജറി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവന് ട്രോമ കാരണം പാനിക് അറ്റാക്ക് വന്നെന്ന്. ഇതറിഞ്ഞ് ഹീറോയിൻ വിഷമിച്ച് കരയും. പിറ്റേന്ന് ഹീറോ സർജറി ചെയ്യാനായിട്ട് പോകും. ആദ്യം കൈയൊക്കെ കഴുകി സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ അവൻ കൈ കഴുകാൻ നിൽക്കുമ്പോൾ ഒരു നേഴ്സ് കുറച്ച് രക്തക്കറ പുരണ്ട തുണിയായിട്ട് അതൊഴി പോകും. ഇത് കാണുമ്പോൾ വീണ്ടും അവന് ടെൻഷനായി, ട്രോമ വന്ന് അവൻ മാറി പേടിച്ച് നിൽക്കും. പെട്ടെന്ന് തന്നെ അവൻ അവന്റെ മരുന്നെടുത്ത് കഴിക്കും, അതായത് ഡിപ്രഷന്റെ മെഡിസിൻ. മരുന്നൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അവൻ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലും. അവിടെ ചെന്ന് അവൻ ഡ്രസ്സൊക്കെ മാറി ഗ്ലൗസ് ഒക്കെ ഇടുമ്പോഴേക്കും അനസ്തേഷ്യോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കും, പേഷ്യന്റ് മയങ്ങിയോന്ന്. അതിന് അനസ്തേഷ്യോളജിസ്റ്റ് മറുപടി പറയും, അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. കഴിഞ്ഞ രാത്രി കൂട്ടുകാരി വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് ഹീറോയ്ക്ക് പാനിക് അറ്റാക്ക് വന്നെന്ന്. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കാനായിട്ട് ഹീറോയിൻ വന്നതാണ്. അവള് കൂടെ ഉണ്ടെങ്കിൽ അവന് ഇച്ചിരി കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അവർ രണ്ടുപേരും തമ്മിൽ നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 9ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.